ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 123-ാമത്തെ നാമത്തിന്റെ അർത്ഥം മുതൽ 132-ാമത്തെ നാമത്തിന്റെ അർത്ഥം വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. സർവഗ സർവവിദ്ഭാനു വിശ്വക്സേനാ ജനാർദ്ദനഃ വേദാ വേദവിദദ്വ്യംഗോ വേദാംഗ വേദവിദ് കവിഃ. ആദ്യത്തെ നാമം സർവഗ. സർവ എന്നാൽ എല്ലാം എന്നാണ് അർത്ഥം. അഗ എന്ന് പറഞ്ഞാൽ പോയി തീർന്നത്. അപ്പോൾ സർവഗ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായിടത്തും പോയി തീർന്ന ഒരു ശക്തിയാണ്. അതായത് ഭഗവാൻ എല്ലായിടത്തും കാണുന്ന ഒരാളാണ്. അതായത് ഒരു ആഭരണം, ഒരു സ്വർണം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ സ്വർണത്തിന് ആഭരണത്തിന്റെ രൂപം കിട്ടുന്നത് പോലെ ഭഗവാനായി നിൽക്കുന്ന ആ സ്വർണം നമ്മളാകുന്ന സൃഷ്ടികൾ എന്നാകുന്ന ആ ഒരു ആഭരണമായി മാറുന്നു. എന്നാൽ ഈ ഒരു ആഭരണം നമ്മൾ ഉരുക്കി മാറ്റുമ്പോൾ അത് തിരിച്ചും ആ സ്വർണമായി മാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ജന്മം വിട്ടു പോകുമ്പോൾ തിരിച്ചു ഭഗവാനിൽ ലയിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ ഒരു സ്വർണം ഒരു ആഭരണമായി മാറിയതിനു ശേഷം അത് ഉരുക്കി തിരിച്ച് സ്വർണമായി മാറുന്നുവോ അതുപോലെ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു. ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഓരോരോ സൃഷ്ടിയിലും ഭഗവാൻ കുടിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത് തിരിച്ചു ഭഗവാനിൽ ലയിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു സമുദ്രം എങ്ങനെയാണോ ഒരു അല തീരാതള ആ ഒരു അളവിൽ പോകുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാനും. ഭഗവാന്റെ ആ ഒരു സൃഷ്ടി സ്ഥിതി അതുപോലെ തന്നെ വിനാശകാര്യവും ഇതുപോലെ തീരാ കടൽ പോലെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രമാണ് ഭഗവാൻ. നമ്മുടെ ശരീരമാണ് നമ്മുടെ ക്ഷേത്രം. അതുപോലെ ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ആ ഒരു ആത്മാവ്, അതായത് സാക്ഷാൽ ഭഗവാൻ. സോ ഭഗവാനെ നമ്മൾ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നു. ഉത്തമ പുരുഷൻ എന്നാൽ ഏതൊരു ശക്തിക്കും മീതെ വേറെ ഒരു ശക്തിയും ഇല്ലാത്ത ഏതൊരാളാണോ അദ്ദേഹത്തെ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ അതിനാലാണ് ഭഗവാനെ സർവാംഗ എന്ന് പറയുന്നത്. അടുത്ത നാമധേയം സർവവിദ് ഭാനു. സർവവിത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും അറിവുള്ള ആളെ സർവവിത്ത് എന്ന് പറയുന്നു. അതുപോലെ ഭാനു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പകരുവാനുള്ള ശക്തി ആർക്കാണോ ഉള്ളത് അവരെ ഭാനു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ഒരു വെളിച്ചം പോലെയാണ്. അതായത് മറ്റു വെളിച്ചങ്ങൾക്ക് ആ ഒരു വെളിച്ചത്തെ പകർന്നു കൊടുക്കുകയും സ്വന്തം വെളിച്ചം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ശക്തി തന്നെയാണ് ഭഗവാൻ. ഏതൊരു ഇരുട്ടിനെയും മാറ്റുവാൻ ഈ ഒരു വെളിച്ചത്തിന് സാധ്യമാണ്. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഞാൻ ഏതൊരു ഇരുട്ടിനെയും അകറ്റി മാറ്റുന്നു. അതുപോലെ തന്നെ മുണ്ടക ഉപനിഷത്തിലും പറയുന്നു, എന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കുവാൻ എപ്പോഴും തയ്യാറാണ്. അതിനാലാണ് ഭഗവാൻ സർവവിദ് ഭാനു എന്ന നാമധേയം ഉള്ളത്. അടുത്ത നാമധേയം വിശ്വക്സേന. സേന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. അതുപോലെ വിശ്വക്സേന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു കൂട്ടത്തെ, അതായത് ഒരു ഏതൊരു തിന്മ നടക്കുമ്പോഴും അവരെ എതിർത്ത് പ്രവർത്തിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സാത്വിക കൂട്ടത്തെ വിശ്വക്സേന എന്ന് പറയുന്നു. ആ ഒരു വിശ്വക്സേന എത്ര മഹത്വമായിട്ടുള്ളതാണെന്ന് വെച്ചാൽ അതിന് എതിർക്കാൻ ഏതൊരു കൂട്ടത്തിനും സാധ്യമേ അല്ല. അത്രയ്ക്കും പരിപാവനമായ ആ ഒരു കൂട്ടത്തിന് തലവൻ തന്നെയാണ് നമ്മുടെ മുരുക ഭഗവാൻ, അതായത് ശിവഭഗവാന്റെ 2-ാമത്തെ പുത്രനായ മുരുകൻ. ഭഗവാന്റെ കൂട്ടത്തിൽ അത്രയ്ക്കും ശക്തിയും സത്യവും ഉള്ളതിനാലാണ് ഭഗവാന് വിശ്വക്സേന എന്ന നാമധേയം. അടുത്ത നാമധേയം ജനാർദ്ദന എന്ന നാമധേയം. ജനാർദ്ദന എന്ന് പറഞ്ഞാൽ
ഏതൊരു ജനങ്ങൾക്കും ആർദ്രമായി ആരാണോ നിൽക്കുന്നത് അവർക്ക് ജനാർദ്ദന എന്ന പേര്. അതായത് അവരുടെ സങ്കടത്തെ അകറ്റി അവർക്ക് എന്നും സന്തോഷത്തെ കൊടുക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് ജനാർദ്ദന എന്ന നാമധേയം. അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെ മറന്ന് അത് മറികടന്ന് എപ്പോഴാണോ അവർ പൂർണ്ണമായും സന്തുഷ്ടരായി തോന്നിപ്പിക്കുന്നത് അവർക്ക് ജനാർദ്ദന എന്ന നാമധേയം. അതിനാലാണ് ഭഗവാന് ജനാർദ്ദന എന്ന നാമധേയമുള്ളത്. അടുത്ത നാമധേയം വേദ. വേദ എന്ന് പറഞ്ഞാൽ ആ ഒരു പദം വിത്ത് എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വിത്ത് എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അപ്പോൾ വേദ എന്ന് പറഞ്ഞാൽ ഏതൊരു അറിവിന്റെ ആ ഉറവിടത്തെയാണ് വേദ എന്ന് പറയുന്നത്. അതായത് ജ്ഞാനത്തിന്റെ ഉറവിടമാണ് വേദ. അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സത്യമാണ്. അതായത് വ്യാസ ഭഗവാൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണ തന്നെയാണ് എല്ലാ വേദങ്ങളും, എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും, എല്ലാ പ്രവൃത്തിയും. അപ്പോൾ ഭഗവാൻ ഏതൊരു അറിവിന്റെ ഉറവിടമാണോ ആ ഭഗവാൻ തന്നെയാണ് നമുക്ക് അറിവ് നൽകുവാൻ വേണ്ടിയുള്ള അനുഗ്രഹവും തരുന്നത്. അതായത് ഭഗവത്ഗീതയിൽ 10-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അതായത് ഏതൊരു ആൾക്ക് ഒരു രുചിയുണ്ടോ, ഒരു രസനയുണ്ടോ, അവരുടെ മനസ്സിൽ ഞാൻ എന്നും അണയാത്ത ഒരു ദീപം പോലെ തെളിഞ്ഞു നിൽക്കും. ആ ദീപം അവരുടെ അജ്ഞാതത്തെ നീക്കിക്കൊണ്ട് ജ്ഞാനത്തിന്റെ വെളിച്ചമായി ഞാൻ മാറുമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഭഗവാൻ ഏതൊരു വിധത്തിലുള്ള വേദത്തിലും കുടിയിരിക്കുന്നു. അടുത്ത നാമധേയം വേദവിത്ത്. വേദവിത്ത്, വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിദ്വാൻ, അതായത് ഒരു അറിവുള്ള ആള്. വേദവിത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു വിദ്വാനാണോ വേദങ്ങളെ എല്ലാം അറിയുന്ന ആ ഒരു ശക്തി, അദ്ദേഹത്തെ വേദവിത്ത് എന്ന് പറയുന്നു. ഭഗവാന് എല്ലാ വേദങ്ങളും ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ സാരാംശവും മൊത്തം പൂർണ്ണമായി അറിയുന്നതിനാലാണ് ഭഗവാനെ വേദവിത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ തന്നെയാണ് വേദാന്തത്തിന്റെ ആ ഒരു കർത്താവ്, ഞാൻ തന്നെയാണ് വേദത്തെ അറിയുന്ന ആള്. ആ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനാലാണ് നമ്മൾ ഓരോന്നും ഉപനിഷത്തുകളും വേദങ്ങളും ഭാഗവതവും പഠിക്കുമ്പോൾ ഭഗവാനെ കൂടുതലായി അറിയാൻ സാധിക്കുന്നത്. ആ ജ്ഞാനം നമ്മളുടെ മനസ്സിൽ വളരുന്നത്. അടുത്ത നാമധേയം അവ്യംഗ. വ്യംഗ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും പൂർണ്ണത ഇല്ലാത്തത്. എന്നാൽ അവ്യംഗ എന്നാൽ പൂർണ്ണതയോടെ ഉള്ള ആരാണോ അദ്ദേഹത്തെ അവ്യംഗ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോഴും പൂർണ്ണതയുടെ ഒരു അവതാരമാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ച് വേറെ ഒരു മാറ്റവും ആവശ്യമേ ഇല്ല. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതൊരു സത്യമാണോ മാറാതിരിക്കുന്നത്, ഏതൊരു സത്യമാണോ വേറൊരു ചിന്തയിൽ നിന്നും വ്യതിചലിക്കാത്തത്, ഏതൊരു ശക്തിയാണോ ദൃഢമായി നിൽക്കുന്നത്, അത് തന്നെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. അതുപോലെ അടുത്ത നാമധേയം ഭഗവാന്റെ വേദാംഗ. അംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകാൽ പോലെയുള്ള അവയവം. വേദ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങൾ. അപ്പോൾ ഭഗവാൻ തൻ്റെ കൈകാലുകളായി വേദങ്ങളെ കൊണ്ട് നടക്കുന്നതിനാലാണ് ഭഗവാന് വേദാംഗ എന്ന നാമധേയം. അതായത് കേനോപനിഷത്തിൽ എന്തു പറയുന്നുവെന്നാൽ ഏതൊരു ഗുരുവിനും തൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് അവരുടെ അംഗങ്ങളാണ്, അവരുടെ ശക്തിയാണ്. അവരെപ്പോഴും സംസാരിക്കുന്ന ഒരു വാക്യങ്ങൾ എപ്പോഴും വേദങ്ങളാകുന്നു. അവരെപ്പോഴും ജ്ഞാനത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിനാലാണ് ഭഗവാന് വേദാംഗ എന്ന നാമധേയം. അടുത്ത നാമധേയം വേദവിത്ത്. വേദവിത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാണോ വേദത്തെ കുറിച്ച് കൂടുതൽ ജ്ഞാനവും പരിപാലനവും അത് മറ്റുള്ളവർക്ക് പകരുവാനുള്ള ശക്തിയുമുള്ളത് അവരെ വേദവിത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ തനിക്കുള്ള ആ ഒരു സത്യത്തെ വേദത്തിലൂടെ നൽകുമ്പോൾ അത്
പല തരത്തിലുള്ള ഉപനിഷത്തുകളിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും നമുക്ക് അതിനെ അറിയുവാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ എന്റെ വെളിപ്പാട് വേദങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രകാശിക്കുന്നു. അതുപോലെ എന്റെ അറിവ് തന്നെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു സൃഷ്ടി ആ വേദത്തെ കുറിച്ച് അറിയുവാൻ കുറച്ചെങ്കിലും ശ്രമം നടത്തണം. അതുപോലെ തന്നെ വേദത്തെ, മന്ത്രത്തെ വെറുതെ തത്ത പറയും പോലെ പറയാതെ അതിനകത്തുള്ള കാര്യത്തെ, അർത്ഥത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതാരാണോ അവർക്കാണ് ജ്ഞാനം ഉളവാകുന്നത്. അതിനാലാണ് ഭഗവാന് വേദവിത്ത് എന്ന നാമധേയം. അടുത്ത ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം കവി എന്നാണ്. കവി എന്ന് പറഞ്ഞാൽ ഏതൊരാളാണോ മറ്റുള്ളവർക്ക് സ്വന്തം വാക്യങ്ങളിലായി, അതായത് സാധാരണയല്ലാത്ത ഒരു സൃഷ്ടി കൊടുക്കുന്നത്, അതായത് അസാധാരണമായ ഒരു അനുഭവത്തെ കൊടുക്കുന്നത്, അവരെ കവി എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഏതൊരു സൃഷ്ടിക്കും ആ ഒരു അനുഭവത്തെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉളവാക്കുന്നു. ആരാണോ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വാസത്തോടെ ഇരിക്കുന്നുവോ അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ അനുഭവം വെളിപ്പാടാകുന്നു. അതിനാലാണ് അവർ എപ്പോഴും ഒരിക്കൽ വിശ്വസിച്ച ആ ഭഗവാനെ വീണ്ടും വീണ്ടും ഉറച്ചു വിശ്വസിക്കുകയും അവർ അവരുടെ ആ ഒരു നാമധേയങ്ങൾ വീണ്ടും 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 പറഞ്ഞ് അവർക്ക് കൂടുതൽ ശക്തിയേകുകയും ചെയ്യുന്നത്. കാരണം അവർക്ക് ജീവിതത്തിൽ ഒരു അനുഭവം തീർച്ചയായും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ സർവക, സർവവിത് ഭാനു, വിശ്വക്സേന, ജനാർദ്ദന, വേദ, വേദവിത്, അവ്യംഗ, വേദാംഗ, വേദവിത്, കവിഹി. സർവഗ സർവവിത് ഭാനു, വിശ്വക്സേന, ജനാർദ്ദനഃ, വേദ വേദവിദവ്യംഗോ, വേദാംഗ, വേദവിത്, കവിഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.